വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവൻ കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സിൽ നിന്നാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്നവയിൽ ലീച്ചിങ് എന്ന പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ ലീച്ചിങ് എന്ന പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. റിലേറ്റഡ് ഫാക്ട്സ്. ലീച്ചിങ് പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന ലാറ്ററൈറ്റ് മണ്ണ് വെട്ടുകല്ല് മണ്ണ് എന്ന പേരിലും അറിയപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണിനമായി കണക്കാക്കപ്പെടുന്നത് എക്കൽ മണ്ണാണ്. കുട്ടനാട്ടിലെ കരിനിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനത്തെ പീറ്റ് മണ്ണെന്ന് വിളിക്കുന്നു. കേരളത്തിൻ്റെ തീരദേശങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്നത് തീരദേശ എക്കൽ മണ്ണാണ്. അപ്പോൾ താഴെ നൽകിയിരിക്കുന്നവയിൽ ലീച്ചിങ് എന്ന പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. ലീച്ചിങ് പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന ലാറ്ററൈറ്റ് മണ്ണ് വെട്ടുകല്ല് മണ്ണ് എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ലാറ്ററൈറ്റ് മണ്ണിൻ്റെ വേറൊരു പേരാണ് വെട്ടുകല്ല് മണ്ണ്. കേരളത്തിലെ ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണിനമായി കണക്കാക്കപ്പെടുന്നത് എക്കൽ മണ്ണാണ്. കേരളത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണിനമായി കണക്കാക്കുന്നത് എക്കൽ മണ്ണിനെയാണ്. കുട്ടനാട്ടിലെ കരിനിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനത്തെ പീറ്റ് മണ്ണെന്ന് വിളിക്കുന്നു. കുട്ടനാട്ടിലെ കരിനിലങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനെ പീറ്റ് മണ്ണെന്ന് വിളിക്കുന്നു. കേരളത്തിൻ്റെ തീരദേശങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്നത് തീരദേശ എക്കൽ മണ്ണാണ്. അടുത്ത ചോദ്യം. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഏത് മലനിരകളിൽ നിന്നാണ്? ഓപ്ഷൻ ബി ഇളമ്പലേരി കുന്നുകൾ. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഏത് മലനിരകളിൽ നിന്നാണ്? ഇളമ്പലേരി കുന്നുകൾ. ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ചാലിയാർ നദിക്ക് ഏകദേശം 169 കിലോമീറ്റർ നീളമുണ്ട്. ചാലിയാർ നദിക്ക് ഏകദേശം 169 കിലോമീറ്റർ നീളമുണ്ട്. മാവൂർ ഗ്വാളിയോർ റയോൺസ് ഫാക്ടറി കാരണം മലിനീകരിക്കപ്പെട്ട നദിയാണ് ചാലിയാർ. മാവൂർ ഗ്വാളിയോർ റയോൺസ് ഫാക്ടറി കാരണം മലിനീകരിക്കപ്പെട്ട നദിയാണ് ചാലിയാർ. ചാലിയാറിൻ്റെ പ്രധാന പോഷക നദികളിൽ ഒന്നാണ് ഇരുവഞ്ഞിപ്പുഴ. ചാലിയാറിൻ്റെ പ്രധാന പോഷക നദികളിൽ ഒന്നാണ് ഇരുവഞ്ഞിപ്പുഴ. കേരളത്തിൽ മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. കേരളത്തിൽ ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. ചാലിയാർ നദീതീരങ്ങളിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. കനകവാഹിനി എന്ന പേരിലും ചാലിയാർ നദി അറിയപ്പെടുന്നു. ചാലിയാർ നദീതീരങ്ങളിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. കനകവാഹിനി എന്ന പേരിലും ചാലിയാർ നദി അറിയപ്പെടുന്നു. കുഞ്ഞാലിമരയ്ക്കാർ ജലോത്സവം നടക്കുന്നത് ചാലിയാർ നദിയിലാണ്. കുഞ്ഞാലിമരയ്ക്കാർ ജലോത്സവം നടക്കുന്നത് ചാലിയാർ നദിയിലാണ്. ബേപ്പൂരിൽ വച്ചാണ് ചാലിയാർ നദി അറബിക്കടലിൽ ചേരുന്നത്. ബേപ്പൂരിൽ വച്ചാണ് ചാലിയാർ നദി അറബിക്കടലിൽ ചേരുന്നത്.
അപ്പം കനകവാഹിനി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ചാലിയാർ. കനകവാഹിനി എന്നറിയപ്പെടുന്ന നദി ചാലിയാർ. ഒന്നുകൂടി എല്ലാ പോയിന്റ്സും പറയാം. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഏത് മലനിരകളിൽ നിന്നാണ്? ഇളമ്പലേരി കുന്നുകൾ. ചാലിയാർ നദിക്ക് ഏകദേശം 169 കിലോമീറ്റർ നീളമുണ്ട്. മാവൂർ ഗ്വാളിയോർ റയോൺസ് ഫാക്ടറി കാരണം മലിനീകരിക്കപ്പെട്ട നദിയാണ് ചാലിയാർ. ചാലിയാറിൻ്റെ പ്രധാന പോഷക നദികളിൽ ഒന്നാണ് ഇരുവഴിഞ്ഞിപ്പുഴ. കേരളത്തിൽ ജലമലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ചാലിയാർ പ്രക്ഷോഭം. ചാലിയാർ നദീതീരങ്ങളിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. കനകവാഹിനി എന്ന പേരിലും ചാലിയാർ നദി അറിയപ്പെടുന്നു. കുഞ്ഞാലിമരയ്ക്കാർ ജലോത്സവം നടക്കുന്നത് ചാലിയാർ നദിയിലാണ്. ബേപ്പൂരിൽ വച്ചാണ് ചാലിയാർ നദി അറബിക്കടലിൽ ചേരുന്നത്. അടുത്ത ചോദ്യം, തെന്മല ഡാം, പരപ്പാർ അണക്കെട്ട് താഴെ പറയുന്നവയിൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി കല്ലടയാറ്. തെന്മല ഡാം അഥവാ പരപ്പാർ അണക്കെട്ട് താഴെ പറയുന്നവയിൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കല്ലടയാറിൽ. ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. മലങ്കര അണക്കെട്ട് തൊടുപുഴയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. മലങ്കര അണക്കെട്ട് തൊടുപുഴയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭവാനി നദിയിലാണ് മുക്കാലി തടയണ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഭവാനി നദിയിലാണ് മുക്കാലി തടയണ പണി കഴിപ്പിച്ചിട്ടുള്ളത്. മീങ്കര, ചുള്ളിയാർ, മംഗലം എന്നീ അണക്കെട്ടുകൾ ഭാരതപ്പുഴയുടെ പോഷക നദികളിലായി സ്ഥിതി ചെയ്യുന്നു. മീങ്കര, ചുള്ളിയാർ, മംഗലം എന്നീ അണക്കെട്ടുകൾ ഭാരതപ്പുഴയുടെ പോഷക നദികളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. പെരിയാറിൻ്റെ പോഷക നദിയായ ഇടമലയാറിലാണ് ഇടമലയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിൻ്റെ പോഷക നദിയായ ഇടമലയാറിലാണ് ഇടമലയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തെന്മല ഡാം അഥവാ പരപ്പാർ അണക്കെട്ട് താഴെ പറയുന്നവയിൽ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കല്ലടയാറിൽ. മലങ്കര അണക്കെട്ട് തൊടുപുഴയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭവാനി നദിയിലാണ് മുക്കാലി തടയണ പണി കഴിപ്പിച്ചിട്ടുള്ളത്. മീങ്കര, ചുള്ളിയാർ, മംഗലം എന്നീ അണക്കെട്ടുകൾ ഭാരതപ്പുഴയുടെ പോഷക നദികളിലായി സ്ഥിതി ചെയ്യുന്നു. പെരിയാറിൻ്റെ പോഷക നദിയായ ഇടമലയാറിലാണ് ഇടമലയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ഓപ്ഷൻ സി അങ്ങിണ്ടമുടി. താഴെ പറയുന്നവയിൽ സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? അങ്ങിണ്ടമുടി. ഇതങ്ങനെ അധികം കേട്ടിട്ടില്ലാത്തൊരു റെയർ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. സൈലന്റ് വാലിയുടെ പ്രാദേശിക നാമം സൈരന്ധ്രി വനം എന്നാണ്. സൈലന്റ് വാലിയുടെ പ്രാദേശിക നാമം സൈരന്ധ്രി വനം എന്നാണ്. അട്ടപ്പാടി റിസർവ് വനമാണ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിൻ്റെ ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അട്ടപ്പാടി റിസർവ് വനമാണ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിൻ്റെ ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. തമിഴ്നാട്ടിലെ മുകുരുത്തി ദേശീയ ഉദ്യാനം സൈലന്റ് വാലിയുമായി അതിർത്തി പങ്കിടുന്നു. തമിഴ്നാട്ടിലെ മുകുരുത്തി ദേശീയ ഉദ്യാനം സൈലന്റ് വാലിയുമായി അതിർത്തി പങ്കിടുന്നു. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് കുന്തിപ്പുഴ. അപ്പോൾ താഴെ പറയുന്നവയിൽ സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിലെ
ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? അങ്ങിണ്ടമുടി. സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി അങ്ങിണ്ടമുടി. സൈലന്റ് വാലിയുടെ പ്രാദേശിക നാമം സൈരന്ധ്രി വനം എന്നാണ്. അട്ടപ്പാടി റിസർവ് വനമാണ് സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിൻ്റെ ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. തമിഴ്നാട്ടിലെ മുകുരുത്തി ദേശീയ ഉദ്യാനം സൈലന്റ് വാലിയുമായി അതിർത്തി പങ്കിടുന്നു. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് കുന്തിപ്പുഴ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി പ്ലാൻഡ് ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ഏത് വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ശെന്തുരുണി. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി ഏത് വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശെന്തുരുണി. ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ്: കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖലയാണ് ശെന്തുരുണി. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖലയാണ് ശെന്തുരുണി. ശെന്തുരുണി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദി ശെന്തുരുണി പുഴയാണ്. ശെന്തുരുണി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദി ശെന്തുരുണി പുഴയാണ്. ശെന്തുരുണിയിലെ പ്രശസ്തമായ ശുദ്ധജല ചതുപ്പ് നിലങ്ങൾ മിരിസ്റ്റിക്ക സ്വാംസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശെന്തുരുണിയിലെ പ്രശസ്തമായ ശുദ്ധജല ചതുപ്പ് നിലങ്ങൾ മിരിസ്റ്റിക്ക സ്വാംസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൊല്ലം ജില്ലയിലെ തെന്മല പരപ്പാർ അണക്കെട്ടിനോട് ചേർന്നാണ് ഈ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിലെ തെന്മല പരപ്പാർ അണക്കെട്ടിനോട് ചേർന്നാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം പദ്ധതി ഏത് വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശെന്തുരുണി. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖലയാണ് ശെന്തുരുണി. ശെന്തുരുണി വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദി ശെന്തുരുണി പുഴയാണ്. ശെന്തുരുണിയിലെ പ്രശസ്തമായ ശുദ്ധജല ചതുപ്പ് നിലങ്ങൾ മിരിസ്റ്റിക്ക സ്വാംസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൊല്ലം ജില്ലയിലെ തെന്മല പരപ്പാർ അണക്കെട്ടിനോട് ചേർന്നാണ് ഈ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ സി പീച്ചി വാഴാനി. തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പീച്ചി വാഴാനി. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. 1958 സ്ഥാപിതമായ പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ, തലപ്പിള്ളി താലൂക്കുകളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. 1958 സ്ഥാപിതമായ പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ, തലപ്പിള്ളി താലൂക്കുകളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. പീച്ചി വാഴാനി എന്നീ രണ്ട് അണക്കെട്ടുകളുടെ പരിസരങ്ങളിലായി രണ്ട് പ്രധാന ഭാഗങ്ങളായാണ് ഈ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പീച്ചി വാഴാനി എന്നീ രണ്ട് അണക്കെട്ടുകളുടെ പരിസരങ്ങളിലായി രണ്ട് പ്രധാന ഭാഗങ്ങളായാണ് ഈ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ചിമ്മിനി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എച്ചിപ്പാറയാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ചിമ്മിനി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എച്ചിപ്പാറയാണ്. 1984 ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥാപിതമായത്. 1984 ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥാപിതമായത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പീച്ചി വാഴാനി. 1958 സ്ഥാപിതമായ പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ, തലപ്പിള്ളി താലൂക്കുകളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. പീച്ചി വാഴാനി എന്നീ രണ്ട് അണക്കെട്ടുകളുടെ പരിസരങ്ങളിലായി രണ്ട് പ്രധാന ഭാഗങ്ങളായാണ് ഈ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ചിമ്മിനി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം എച്ചിപ്പാറയാണ്. 1984
ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥാപിതമായത്? അപ്പോൾ പീച്ചി, വാഴാനി, ചിമ്മിനി വന്യജീവി സങ്കേതങ്ങളൊക്കെ തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. കോഴിക്കോട് ജില്ലയിൽ 2010 രൂപവൽകൃതമായ കേരളത്തിലെ 16ാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഓപ്ഷൻ ബി മലബാർ വന്യജീവി സങ്കേതം. കോഴിക്കോട് ജില്ലയിൽ 2010 രൂപവൽകൃതമായ കേരളത്തിലെ 16ാമത്തെ വന്യജീവി സങ്കേതം ഏതാണ്? മലബാർ വന്യജീവി സങ്കേതം. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം കക്കയമാണ്. മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം കക്കയമാണ്. കക്കയം വന്യജീവി സങ്കേതം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. കക്കയം വന്യജീവി സങ്കേതം എന്ന പേരിലും ഇത്, അതായത് മലബാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നു. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിലെ ചക്കിട്ടപ്പാറ, കൂരാച്ചുണ്ട് വില്ലേജുകളിലായാണ് ഈ വന്യജീവി സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിലെ ചക്കിട്ടപ്പാറ, കൂരാച്ചുണ്ട് വില്ലേജുകളിലായാണ് ഈ വന്യജീവി സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത്. വയനാട് എലിഫന്റ് റിസർവിൻ്റെ ഭാഗമാണ് മലബാർ വന്യജീവി സങ്കേതം. വയനാട് എലിഫന്റ് റിസർവിൻ്റെ ഭാഗമാണ് മലബാർ വന്യജീവി സങ്കേതം. എന്തൊക്കെയാണ്? കോഴിക്കോട് ജില്ലയിൽ 2010 രൂപവൽകൃതമായ കേരളത്തിലെ 16ാമത്തെ വന്യജീവി സങ്കേതം മലബാർ വന്യജീവി സങ്കേതം. മലബാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം കക്കയമാണ്. കക്കയം വന്യജീവി സങ്കേതം എന്ന പേരിലും ഇതറിയപ്പെടുന്നു. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്കിലെ ചക്കിട്ടപ്പാറ, കൂരാച്ചുണ്ട് വില്ലേജുകളിലായാണ് ഈ വന്യജീവി സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത്. വയനാട് എലിഫന്റ് റിസർവിൻ്റെ ഭാഗമാണ് മലബാർ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി പുറ്റടി. കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? പുറ്റടി. പുറ്റടി ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. ഇത് റിലേറ്റഡ് ഫാക്ട്സ്. കേരളത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ പ്രധാന ജില്ലകൾ ഇടുക്കിയും വയനാടുമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ പ്രധാന ജില്ലകൾ ഇടുക്കിയും വയനാടുമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാടാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? പുറ്റടി. പുറ്റടി ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ പ്രധാന ജില്ലകൾ ഇടുക്കിയും വയനാടുമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി ഏലമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാടാണ്. അടുത്ത ചോദ്യം. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ഓപ്ഷൻ ബി കശുവണ്ടി. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന വിള ഏതാണ്? കശുവണ്ടി. റിലേറ്റഡ് ഫാക്ട്സ്. കേരളത്തിൽ കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരാണ്. കേരളത്തിൽ കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരാണ്. കശുവണ്ടി ആദ്യമായി കേരളത്തിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. കശുവണ്ടി ആദ്യമായി കേരളത്തിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ് കേട്ടോ. വാസ്കോഡഗാമയ്ക്ക് ശേഷം കേരളത്തിലേക്ക് വന്ന കബ്രാളിനൊപ്പമാണ് ഇത് കേരളത്തിലെത്തിയത്, അതായത് ഈ കശുവണ്ടി.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി സംസ്കരണ ഫാക്ടറികളുള്ള ജില്ല കൊല്ലമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി സംസ്കരണ ഫാക്ടറികൾ, പ്രോസസ്സിംഗ് ഫാക്ടറീസ് ഏറ്റവും ഉള്ളത് കൊല്ലമാണ്. അപ്പോൾ കശുവണ്ടി ഫാക്ടറി കൂടുതലുള്ളത് കൊല്ലത്താണ്. എന്നാൽ കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂരാണ്. അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറയാം. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന വിള ഏതാണ്? കശുവണ്ടി. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം കശുവണ്ടി. കേരളത്തിൽ കശുവണ്ടി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരാണ്. കശുവണ്ടി ആദ്യമായി കേരളത്തിൽ എത്തിച്ചത് പോർച്ചുഗീസുകാരാണ്. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലേക്ക് വന്ന കബ്രാളിനൊപ്പമാണ് ഇത് കേരളത്തിലെത്തിയത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി സംസ്കരണ ഫാക്ടറികൾ ഉള്ള ജില്ല കൊല്ലമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? ഓപ്ഷൻ ഡി കുരുമുളക്. യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? കുരുമുളക്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നാണ് കുരുമുളക് അറിയപ്പെടുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നാണ് കുരുമുളക് അറിയപ്പെടുന്നത്. ലോകത്ത് ആദ്യമായി വികസിപ്പിച്ചെടുത്ത സങ്കരയിനം കുരുമുളക് പന്നിയൂർ 1 ലോകത്ത് ആദ്യമായി വികസിപ്പിച്ചെടുത്ത സങ്കരയിനം കുരുമുളക് പന്നിയൂർ 1. കുരുമുളക് ചെടിയെ ബാധിക്കുന്ന പ്രധാന രോഗമാണ് ദ്രുതവാട്ടം. കുരുമുളക് ചെടിയെ ബാധിക്കുന്ന പ്രധാന രോഗമാണ് ദ്രുതവാട്ടം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളകാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളകാണ്. കുരുമുളകിൻ്റെ വിളവെടുപ്പ് കാലം ഡിസംബർ മുതൽ മെയ് വരെയാണ്. കുരുമുളകിൻ്റെ വിളവെടുപ്പ് കാലം ഡിസംബർ മുതൽ മെയ് വരെയാണ്. കേരളത്തിൽ കുരുമുളക് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ കുരുമുളക് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഇടുക്കിയാണ്. അപ്പോൾ ഇവിടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലമാണ്. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. PSC എപ്പോഴും ചോദിക്കാറുമുണ്ട്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലമാണ്. ഓക്കെ, ഇതൊന്നുകൂടി പറയാം. യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? കുരുമുളക്. യവനപ്രിയ കുരുമുളകാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നാണ് കുരുമുളക് അറിയപ്പെടുന്നത്. ലോകത്ത് ആദ്യമായി വികസിപ്പിച്ചെടുത്ത സങ്കര ഇനം കുരുമുളക് പന്നിയൂർ 1. കുരുമുളക് ചെടിയെ ബാധിക്കുന്ന പ്രധാന രോഗമാണ് ദ്രുതവാട്ടം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളകാണ്. കുരുമുളകിൻ്റെ വിളവെടുപ്പ് കാലം ഡിസംബർ മുതൽ മെയ് വരെയാണ്. കേരളത്തിൽ കുരുമുളക് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ല ഇടുക്കിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. കമൻറ്റ് ബോക്സിലെ 2 ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.